നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഓട്സ് മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. ഫൈബർ കണ്ടൻറ്റും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ചുമാണ് ഈ ഓംലെറ്റ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് 1 ടേബിൾ സ്പൂണോളം ഓട്സ് പാലിൽ 1 മണിക്കൂർ മുൻപ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരൽപ്പം സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീൻസ് ചെറുതായി അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പച്ചമുളക് ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് അതും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ആദ്യം യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ തൽക്കാലം ഉപ്പ് ചേർത്തിട്ടില്ല, ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് കൂടി പോകരുത്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 മുട്ട ആണ്. 2 മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യണം, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഓട്സും പാലും ഈ വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായി മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഓംലെറ്റ് ആക്കിയിട്ട് എടുക്കാനുണ്ട്. ഇനി നമ്മുടെ ഓംലെറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ഇവിടെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരല്പം, ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്, ബട്ടർ ചേർക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് സാധാരണ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇതൊന്നും ഇതിലേക്ക് സ്പ്രെഡ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഓംലെറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമാണെങ്കിൽ ലെറ്റ്യൂസ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ കാബേജ്, സ്പ്രിംഗ് ഓണിയൻ, ഇങ്ങനെ പലതരത്തിലുള്ള വെജിറ്റബിൾസും ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലെറ്റാണിത്. ഇപ്പോൾ ചട്ടി ചൂടായ സ്ഥിതിക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് പതുക്കെ വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. സാധാരണ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കൂടുതലുള്ള ഒരു ഇതാണിത്. പ്രോട്ടീൻ റിച്ച് ആണ് ഈ ഓംലെറ്റ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ശരിക്കും വയറ് നല്ല ഫില്ലാവുന്ന തരത്തിലുള്ള ഒരു ഓംലെറ്റാണിത്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് പതുക്കെ അത് മറച്ചിട്ട് കൊടുക്കണം. പൊട്ടാതെ മറച്ചിടുക എന്ന് പറയുമ്പോൾ ഒരു ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറുവശവും ഒരു 2 മിനിറ്റോളം ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ബെസ്റ്റാണിത്. എല്ലാവരും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.